ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്നിക്കേഴ്സ് പുഡിംഗ് ആണ്. ഇതൊക്കെ വരില്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ടത് വളരെ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള പുഡിംഗ് റെസിപ്പി ആകും. അതും ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ മിൽക്ക് മെയ്ഡോ ചൈന ഗ്രാസോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്നിക്കേഴ്സ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ സ്നിക്കേഴ്സ് പുഡിംഗ് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങിലോട്ട് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഇതൊന്നും ചേർക്കുന്നില്ല. നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പാലാണ് മെയിൻ ചേരുവ കേട്ടോ. പാൽ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 3 കപ്പാണ്. നമ്മളുടെ പുഡിങ്ങിൻ്റെ ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഇതെടുക്കാൻ കേട്ടോ. 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമ്മൾ ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം പാലിൽ മിക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വെള്ളത്തിലും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ പാൽ ഇത് രണ്ടും കൂടി ഉള്ള ചേരുവയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ അത് വേറെ ആയിട്ടോ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് ചോക്ലേറ്റ് വേണം. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 കപ്പ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുള്ള പാലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിന് പകരം ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കോമ്പൗണ്ട് തന്നെയാണ്. ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പും കൂടി ചോക്ലേറ്റ് കോമ്പൗണ്ട് ചേർക്കുന്നുണ്ട്. കാരണം ഇത് മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ ആ കളർ കണ്ട് കിട്ടില്ല. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ നല്ല കളറിലുണ്ടാവും കേട്ടോ ഈ ഒരു മിക്സ്ചർ. അപ്പം മിൽക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് കുറച്ചുകൂടെ ടേസ്റ്റി. അപ്പം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ എടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പാലും കോൺഫ്ലോറും ചേർത്തല്ലോ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാലും കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും വിപ്പിംഗ് ക്രീം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ റെസിപ്പി എൻ്റർലി ഡിഫറെൻ്റ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. കാരണം ഇതിൽ നമ്മൾ ചോക്ലേറ്റാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. എന്നാലും ഒന്ന് കട്ടിയായിക്കോട്ടെ കേട്ടോ. കട്ടിയായ ശേഷം മാത്രം നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്ക് വേണം. അപ്പോഴാണ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് മെയിനായിട്ടുള്ള ചേരുവ കടലയാണ്. അപ്പം കടല വറുക്കാത്ത കടലയാണ് ഞാനിപ്പോൾ എടുത്തുള്ളത്. വറുത്ത കടലയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തൊലി കളഞ്ഞാൽ മതി. വറുക്കാത്ത കടലാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സ്നിക്കേഴ്സ് ചോക്ലേറ്റിൽ മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് കടല. അപ്പോൾ കടല ഇതിലോട്ട് മസ്റ്റാണ്. അപ്പോൾ കടല നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് വറുത്തെടുക്കുക. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് തൊലി ഒന്ന് കളഞ്ഞിട്ട് ആ വൈറ്റ് പാർട്ട് മാത്രം മതി. അപ്പോൾ ചൂടാറിയ ശേഷം വേണം തൊലി കളയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൽ നമ്മൾ കാരമൽ ചെയ്തെടുക്കുവാണ്. ഒരു പരന്നൊരു ഫ്രൈങ് പാൻ എടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം അതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ വേണം കേട്ടോ. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ അൽമറായി ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കരുത്. അതുപോലെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെൽറ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പൂണിലൊക്കെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ കടല ഒന്ന് തൊലിയൊന്ന് കളയുന്നുണ്ട്. പിന്നെ ബാക്കി ഞാൻ റോസ് മോൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. റോസ് മോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ. അപ്പോൾ അവളിരുന്നിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തോളും.
അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പഞ്ചസാര ഇതാ ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ കാരമൽ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ തനിയെ മെൽറ്റ് ആയിക്കോളും. മെൽറ്റായ ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇനി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ പലർക്കുള്ള ധാരണയാണ് പഞ്ചസാര നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് അപ്പോൾ തന്നെ കളർ വ്യത്യാസം വരും, അപ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടാവും കാരമലായിട്ട്. അപ്പോൾ അങ്ങനെയല്ല, പഞ്ചസാര മെൽറ്റ് ആവാനും കാരമലൈസ് ടെക്സ്ചർ കിട്ടാനൊക്കെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. പലരും എനിക്ക് മുമ്പൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം ആക്കിയിട്ടും പഞ്ചസാര മെൽറ്റ് ആവുന്നില്ല എന്ന്. അപ്പോൾ അത് സമയം എടുക്കും, നമ്മൾ വീഡിയോയിൽ കുറച്ച് ക്വിക്കായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഇപ്പോഴും പഞ്ചസാര കൊണ്ട് മെൽറ്റായിട്ടില്ല. നല്ല പൊടിഞ്ഞ പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാരമൽ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സിറപ്പ് മൊത്തം ഫ്ലോപ്പായി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കണ്ടോ, ആ ടെക്സ്ചർ കണ്ടോ, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, പഞ്ചസാരയുടെ കട്ടകളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ബട്ടർ തണുപ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവം ഫ്ലോപ്പായി പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബട്ടർ വേണം, നെയ്യ് ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ടർ തന്നെയാണ് വേണ്ടത്. ബട്ടർ ഞാൻ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്, ഒരു 1/2 കപ്പ് പാല്. അപ്പോൾ പാലും തണുത്ത പാല് ചേർക്കരുത്, ചെറിയൊരു ചൂടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിയാണ്ട് ബട്ടർ ഫുള്ള് മെൽറ്റായ ശേഷമാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പാല് ചേർക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ പാല് ചേർത്ത സമയത്ത് ഞാൻ വേറൊരു പ്രശ്നം കൂടി പറഞ്ഞുതരാം. പാല് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് ചേർക്കണം പാല്, അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ആണ് ഈ മുകളിൽ ഇങ്ങനെ കാണുന്ന തെരിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അതിനും ഒരു സംഭവമുണ്ട്, ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സിറപ്പിൻ്റെ പരുവം ഇത്രയും മതി, വല്ലാണ്ട് തിക്കാക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഇതൊന്ന് വേറൊരു സംഭവം ചെയ്യാനുണ്ട്. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഇനി വേറൊരു സംഭവം കൂടി റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു 1/2 കപ്പ് പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം, വല്ലാണ്ട് ചൂടാക്കിയൊന്നും വേണ്ട. ഇനി അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് ചേർത്തിട്ടുണ്ട്, അത്ര വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. കാരണം നമ്മളിത് മൊത്തം പഞ്ചസാരയുടെ കളിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവം വേണം ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ നിന്ന് ഒരു 1/4 കപ്പോളം എടുത്തിട്ട് നമ്മൾ ഈ ചൂടാക്കുന്ന ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മതി, ഇത്രയും മതി കേട്ടോ. 1/4 കപ്പ് തന്നെ വേണമെന്നില്ല, കുറച്ച് മതി. ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ചൂടാവണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ബ്രെഡ് ചേർക്കുന്നുണ്ട് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറപ്പ് കാരമൽ സിറപ്പ് അത് നമ്മൾ അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ആ തരിതരിയൊക്കെ ഒന്ന് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് പിരിഞ്ഞ പോലൊക്കെ ഉള്ള ടെക്സ്ചർ വരുവാണെങ്കിൽ മാത്രം ഇതുപോലെ അരിപ്പയിലൂടെ നമ്മുടെ കാരമൽ സിറപ്പ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ്, ഇതിന് 2 പേര് പറയാറുണ്ട്. അപ്പം അത് ഇതുപോലെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കാരമൽ സോസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കുമ്പോൾ പാലിന് പകരം ഫ്രഷ് ക്രീമാണ് ചേർക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാലും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സോസ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുവാണെങ്കിൽ കുറേ നാൾ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയാവും, കുറച്ച് നേരം പുറത്ത് വെച്ചാൽ അത് നോർമലായിട്ട് വരും കേട്ടോ. ഇനി അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള പാൽ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല പരുവത്തിൽ കിട്ടും കേട്ടോ.
അപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ താഴത്തെ ലെയറായിട്ട് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ലെയർ ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് കട്ട് ചെയ്തിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് ഒട്ടും പാടില്ല. ഇനി ഇതിലോട്ട് പാലും നമ്മൾ ചോക്ലേറ്റ് സോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു തിന്നായിട്ടുള്ള ഒരു മിക്സില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട. ആ ബ്രെഡ് ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ബ്രെഡ് ഈ ചോക്ലേറ്റിനെ ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് ഒന്നും വെക്കേണ്ട കേട്ടോ, കാരണം നമുക്ക് ബ്രെഡായിട്ട് തന്നെ വേണം, വല്ലാണ്ട് സോക്കൊന്നും വേണ്ട. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കടല വറുത്തുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടലയാണ് നമ്മുടെ ഈ ഒരു സ്നിക്കേഴ്സ് പുഡിങ്ങിൽ ആ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അത് ഒഴിച്ചു കൊടുക്കുക. അതും കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്നും ചെയ്ത് കൊടുത്താലും മതി. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രെഡാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അത് സൈഡൊക്കെ കളഞ്ഞിട്ടുള്ള ബ്രെഡാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ആ ഒരു ചോക്ലേറ്റിനെ മിക്സിയിൽ മുക്കിയിട്ടൊന്നും ലെയർ ചെയ്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ ലെയർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ആ സോസ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി സൈഡിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൊക്കെ ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിലൊരു ബേസായിട്ട് നമ്മൾ ബ്രെഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കും നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കാരണം ഇത് സെറ്റാവില്ല ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സോസ് ഒഴിച്ച് കൊടുക്കാം. ഈ സോസും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് പോലെയുള്ള ടേസ്റ്റിൽ കുടിക്കാൻ പറ്റും. ഇനി കുറച്ച് കടല സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ കാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് മാത്രം ഒന്നിങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്നിക്കേഴ്സിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഇവിടെ ചോക്ലേറ്റ് കോമ്പൗണ്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്നിക്കേഴ്സ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം സെറ്റായ ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ നമ്മുടെ പുഡിങ് കണ്ടോ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കടലൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും സ്നിക്കേഴ്സിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ സ്നിക്കേഴ്സ് പുഡിങ്. അപ്പോൾ ഞാൻ ഇതാ ഒന്ന് ഡെക്കറേഷനായിട്ട് കുറച്ച് സിറപ്പ് എടുത്തിട്ടുണ്ട്, കാരമൽ സിറപ്പ്. അതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല, കാരണം നമ്മുടെ ഈ ഒരു പുഡിങ് നല്ലോണം സെറ്റായിട്ട് ആ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സിറപ്പ് ഒഴിച്ചിട്ട് വലിയ കാര്യമില്ല, പക്ഷെ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ കിട്ടും കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവണം. ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് വല്ലാണ്ട് സോക്ക് ആവേണ്ടതെന്ന്, കാരണം നമുക്ക് ബ്രെഡാണ് ഇതിൽ മെയിനായിട്ട് ഒരു ബേസ് കൊടുക്കുന്നത്. അപ്പം ഒരു നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു സ്നിക്കേഴ്സിൻ്റെ സെയിം ടേസ്റ്റിലുള്ള നമ്മുടെ പുഡിങ്ങാണ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ടേസ്റ്റ്. ഇനി ഇതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കട്ടിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചൈന ഗ്രാസ് ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ ബ്രെഡിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നിക്കേഴ്സിൻ്റെ സെയിം ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഇതൊക്കെ വരുവാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.